യഥോ ധർമ്മ തഥോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും പറഞ്ഞത് പാണ്ഡവർ ബദരിയാശ്രമത്തിൽ എത്തുന്നതും അവിടെ നിന്ന് കല്യാണ സൗകര്യത്തിനായി യാത്ര തിരിക്കുന്ന ഭീമസേനൻ കദളി വനത്തിൽ വെച്ച് വായുപുത്രൻ തന്നെയായ ഹനുമാൻ സ്വാമിയുമായി സന്ധിക്കുന്നതുമായ ഭാഗമാണ് പ്രധാനമായും കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്. തുടർന്ന് പാണ്ഡവർ ബദരിയാശ്രമത്തിൽ വളരെ ദീർഘനാൾ താമസിച്ചതിന് ശേഷം ഹിമാലയ പർവ്വതത്തിൻ്റെ പല ഭാഗങ്ങളും സന്ദർശിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബദരിയാശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട പാണ്ഡവർ ഏറെക്കുറെ 14 ദിവസം യാത്ര ചെയ്ത് ഘോരവനത്തിലൂടെ മുന്നോട്ട് പോവുകയും വീണ്ടും ഹിമാലയത്തിനടുത്ത് തന്നെയുള്ള പുരാണ പ്രസിദ്ധമായ മൈനാക പർവ്വതത്തെയും ഗന്ധമാദക പർവ്വതത്തെയും വളരെ അടുത്ത് കാണത്തക്ക ഒരു പ്രദേശത്ത് എത്തുകയും അവിടെ പർണശാല കെട്ടി കുറച്ചുനാൾ അധിവസിക്കുകയും ചെയ്തു. ഇക്കൂട്ടത്തിൽ വൃഷപർവാവ് എന്ന രാജർഷി മഹർഷിയുടെ ആശ്രമത്തെയും സന്ദർശിക്കുകയും ആർട്ടിഷേണ മഹർഷിയുടെ ആശ്രമം സന്ദർശിക്കുകയും ഒക്കെ ചെയ്ത പാണ്ഡവർ കുറച്ച് നാളുകൾ അവിടെ അങ്ങനെ വസിക്കവേ തങ്ങളുടെ ഓർമ്മയിൽ നമ്മളോടൊപ്പം പരമാസമനുഷ്ഠിക്കുകയായിരുന്ന അർജുനൻ തപസ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയും അതിനോടൊപ്പം ദിവ്യാസ്ത്രങ്ങൾ നേടുന്നതിലേക്ക് വേണ്ടിയും തങ്ങളെ പിരിഞ്ഞ് ഈ ഹിമാലയത്തിൻ്റെ സാനുക്കളിൽ തപസ്സിനും ഒക്കെ വന്നിട്ട് വർഷങ്ങൾ 5 കഴിഞ്ഞു. അർജുനൻ തൻ്റെ ലക്ഷ്യങ്ങൾ ഏതാണ്ട് നടത്തിക്കഴിഞ്ഞു എന്ന് നാരദ മഹർഷിയിൽ നിന്നും ലോമശ മഹർഷിയിൽ നിന്നുമൊക്കെ വിവരങ്ങൾ അറിയുന്നുണ്ടോ എങ്കിലും അർജുനൻ ഏത് സമയവും നമ്മളോടൊപ്പം തിരിച്ചെത്തും എന്ന് ഗന്ധമാദക പർവ്വതത്തിൽ താമസിക്കുന്ന സമയത്ത് തന്നെ തങ്ങളോടൊപ്പം എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയായിരുന്ന പാണ്ഡവർ എല്ലാ ദിവസവും അർജുനനെ പ്രതീക്ഷിച്ചാണ് ദിവസങ്ങൾ തള്ളിനീക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം പർവ്വതത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആകാശത്ത് വളരെ അകലെയായി ഒരു ദിവ്യപ്രകാശം താഴോട്ട് വരുന്നതായി അവർക്ക് ദൃശ്യമാവുകയും എല്ലാവരും ആ പ്രകാശത്തെ തന്നെ അങ്ങനെ വീക്ഷിച്ച് നിൽക്കവേ ആ പ്രകാശം ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതായി തോന്നുകയും കുറച്ചുകൂടി അടുത്തെത്തിക്കഴിഞ്ഞപ്പോൾ ആ പ്രകാശം ഒരു രഥമാണ് എന്ന് ബോധ്യമാവുകയും ആ രഥം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എത്തപ്പെടുകയും ആ പാണ്ഡവർ നിൽക്കുന്ന പ്രദേശത്ത് ആ പർവ്വതത്തിന് മുകളിൽ ആ രഥം വന്ന് ഇറങ്ങുകയും ചെയ്തു. ആ രഥം അങ്ങ് ദേവലോകത്തു നിന്ന് ദേവേന്ദ്രൻ അർജുനന് യാത്ര ചെയ്യുന്നതിലേക്ക് വേണ്ടി അയച്ച രഥമാണ് എന്ന് അവർക്ക് ബോധ്യമാവുകയും ആ രഥം തെളിച്ചിരുന്നത് ഇന്ദ്രൻ്റെ തേരാളിയായ മാതലിയാണ് എന്ന് അവർക്ക് ബോധ്യമാവുകയും ആ രഥത്തിലെ യാത്രക്കാരൻ അർജുനനാണ് എന്നവർക്ക് മനസ്സിലാവുകയും ചെയ്തു. പാണ്ഡവരുടെ മുന്നിൽ വന്നിറങ്ങിയ അർജുനൻ നമ്മളോടൊപ്പം വനവാസത്തിലേക്ക് വേണ്ടി
നമ്മെ അനുഗമിക്കുകയായിരുന്ന ഋഷി ശ്രേഷ്ഠന്മാരെ വണങ്ങുകയും ജ്യേഷ്ഠന്മാരായ യുധിഷ്ഠിരെയും ഭീമനെയും വണങ്ങുകയും ചെയ്തതിനു ശേഷം നകുല സഹദേവന്മാരെ ആശ്ലേഷിച്ച് പാഞ്ചാലിയെ നോക്കി പുഞ്ചിരിച്ചതിന് ശേഷം മാതലിയെ യഥാവണ്ണം സൽക്കരിച്ച് ആ രഥവുമായി ദേവലോകത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. എന്നിട്ട് വളരെ സന്തുഷ്ടരും സന്തോഷവാന്മാരുമായ പാണ്ഡവരോടൊപ്പം അവരപ്പോൾ അധിവസിക്കുകയായിരുന്ന പർണശാലയിലേക്ക് യാത്ര പോവുകയും അവിടെ ചെന്ന് എല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് അർജുനൻ കാമ്യകവനത്തിൽ നിന്ന് സഹോദരന്മാരോട് യാത്ര പറഞ്ഞ് ഇങ്ങ് കൈലാസത്തിൽ തപസ്സിനായും ദിവ്യാസ്ത്രങ്ങൾ നേടുന്നതിലേക്ക് വേണ്ടിയും എത്തിയതിനു ശേഷം അർജുനനുണ്ടായ സർവ്വ അനുഭവങ്ങളും പാണ്ഡവർക്ക് വിവരിച്ചു കൊടുത്തു. ആദ്യം തപസ്സനുഷ്ഠിച്ചതും അർജുനനെ പരീക്ഷിക്കുന്നതിലേക്ക് വേണ്ടി മഹാദേവൻ വേഷപ്രജ്ഞനായി പ്രത്യക്ഷമായതും മഹാദേവനും അർജുനനുമായി നടന്ന യുദ്ധവും അവസാനം പാശുപതാസ്ത്രം അർജുനന് നൽകിയതും ശേഷം ഓരോ ദേവന്മാരും വളരെയധികം ദിവ്യാസ്ത്രങ്ങൾ ആവശ്യപ്പെട്ടതും ആഗ്രഹത്തിനനുസരിച്ച് അർജുനന് ലഭിച്ചതും എന്നിട്ട് ദേവേന്ദ്രൻ ദേവലോകത്തേക്ക് അർജുനനെ കൂട്ടിക്കൊണ്ടുപോയി ദേവേന്ദ്രൻ്റെ ഇരിപ്പിടത്തിൽ അർജുനനെ ഇരുത്തിയതും എല്ലാ ദേവന്മാരിൽ നിന്നും ലാളനകൾ ലഭിച്ച അർജുനൻ അവിടെ സന്തുഷ്ടമായി കഴിഞ്ഞ വിവരങ്ങളും അവസാനം ഇന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ആരാലും തോൽപ്പിക്കാൻ കഴിയാത്ത കാലകേയന്മാരെന്ന അസുരന്മാരെ ദീർഘനാളത്തെ യുദ്ധത്തിൽ അർജുനൻ പരാജയപ്പെടുത്തിയ വിവരവും ഒക്കെ സഹോദരന്മാരെ പറഞ്ഞ് കേൾപ്പിക്കുകയും വളരെ അത്ഭുതത്തോടും ആശ്ചര്യത്തോടും കൂടെ അർജുനൻ്റെ കഴിവുകൾ വെളിപ്പെടുത്തുന്ന രീതിയിൽ ആ സംഭവങ്ങൾ കേട്ടറിഞ്ഞ പാണ്ഡവർ വളരെയധികം സന്തോഷിച്ചിരിക്കുകയും ചെയ്തു. എന്നതിന് ശേഷം ദേവന്മാർ പലരും പല സന്ദർഭങ്ങളിലായി അർജുനന് നൽകിയ അനേകം പാരിതോഷികങ്ങളെല്ലാം എടുത്ത് സഹോദരന്മാരെ കാണിച്ചതിന് ശേഷം ആ പാരിതോഷികങ്ങളെല്ലാം പാഞ്ചാലിക്ക് സമർപ്പിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി അവ പാഞ്ചാലി സന്തുഷ്ടിയായി സ്വീകരിക്കുകയും ചെയ്തത്. തുടർന്ന് തനിക്ക് ലഭിച്ച ദിവ്യാസ്ത്രങ്ങളുടെ എല്ലാത്തിൻ്റെയും അത്ഭുതകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് നാളെ രാവിലെ പരീക്ഷിച്ചറിയാവുന്നതാണ് എന്ന് അർജുനൻ മറ്റ് സഹോദരന്മാരെ അറിയിക്കുകയും പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ എല്ലാ ദിവ്യാസ്ത്രങ്ങളുടെയും പ്രയോഗത്തെക്കുറിച്ച് പ്രദർശനമായി കാണിക്കാൻ അർജുനൻ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് സൂര്യപ്രഭ മങ്ങുകയും ഭൂമി കുലുക്കമുണ്ടാവുകയും വൃക്ഷങ്ങൾ ഒലഞ്ഞ് കടപുഴുകുകയും നദികളിലെ വെള്ളം പെട്ടെന്ന് കലങ്ങുകയുമൊക്കെ ആകെ പ്രക്ഷുബ്ധമായ ആ അന്തരീക്ഷം കണ്ട് ദേവന്മാരും ഋഷിവര്യന്മാരും എത്രയും പെട്ടെന്ന് നാരദ മഹർഷിയെ അർജുനന് മുന്നിലേക്ക് പറഞ്ഞയക്കുകയും അർജുനന് മുന്നിലെത്തിയ നാരദ മഹർഷി, അലയോ അർജുന, അങ്ങേക്ക് ലഭിച്ച ഈ ദിവ്യാസ്ത്രങ്ങളൊന്നും പരീക്ഷിക്കുന്നതിലേക്ക് വേണ്ടി പ്രദർശിപ്പിക്കുന്നതിലേക്ക് വേണ്ടി പ്രയോഗിക്കാൻ പാടുള്ളതല്ല. പൂർണ്ണമായ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ ഇവയൊക്കെ പ്രയോഗിക്കാവൂ. അതും വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പ്രയോഗിക്കേണ്ട ഈ ആയുധങ്ങൾ അങ്ങയുടെ സഹോദരന്മാർക്ക് പ്രയോഗിക്കുന്നത് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അർജുനൻ ഇത് പ്രയോഗിക്കുന്ന സമയത്ത് അവർക്ക് കണ്ടുകൊള്ളാം. കാണുന്നതിലേക്ക് വേണ്ടി മാത്രം ഇത് പ്രയോഗിക്കാൻ പാടില്ല. അത് വളരെയധികം അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് അർജുനനെ അറിയിക്കുകയും അവ കേട്ട് ആ പ്രദർശന ഉദ്യമത്തിൽ നിന്ന് അർജുനൻ പിന്തിരിയുകയും ചെയ്തു. തുടർന്ന്
നാരദ മഹർഷി അവിടെ നിന്ന് പോവുകയും കുറച്ചു നാളുകൾ ആ പർണശാലയിൽ തന്നെ അവർ താമസിച്ചതിന് ശേഷം വീണ്ടും അർജുനനെയും കൊണ്ട് ഒരിക്കൽ കൂടെ ബദരിയാശ്രമത്തിലെത്തുകയും അവിടെ കുറച്ച് നാളുകൾ താമസിക്കുകയും ചെയ്തതിന് ശേഷം വീണ്ടും ഹിമാലയത്തിൻ്റെ സാനുക്കളിലൂടെ യാത്ര ചെയ്ത് ഹിമാലയ പർവ്വതത്തിനടുത്ത് തന്നെയുള്ള യമുന പർവ്വതത്തിലെത്തുകയും അതിമനോഹരമായ ആ പ്രദേശത്ത് പർണശാല കെട്ടി അവർ അവിടെ കുറച്ചുനാൾ താമസിക്കുകയും ചെയ്തു. ദേവദാരുവും ചന്ദനമരവും ഒക്കെ നിറഞ്ഞ ആ വനപ്രദേശം വളരെ സൗമ്യവും പരിമളവും ഒക്കെ നിറഞ്ഞതാണെങ്കിലും അനേകം ഘോര മൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞ ആ വനം രാജാക്കന്മാർക്ക് നായാട്ടിന് വളരെയധികം ഉചിതമായ പ്രദേശമാണെന്ന് മനസ്സിലാക്കി ഒരു നാള് ഭീമസേനൻ ഒറ്റയ്ക്ക് നായാട്ടിനായി ഉൾവനത്തിലേക്ക് അങ്ങനെ യാത്രയാവുകയും പോകുന്ന വഴിക്ക് കാണുന്ന ഓരോ വൃക്ഷങ്ങളെയും ശിഖരങ്ങൾ അടിച്ചു തീർക്കുകയും കാണുന്ന മലകളെയും പർവ്വതങ്ങളെയും ഒക്കെ അടിച്ച് ഒതുക്കി എല്ലാ മൃഗങ്ങളെയും ഭയപ്പെടുത്തി ഓട്ടിച്ച് വിരട്ടി മുന്നേറുകയായിരുന്ന ഭീമസേനൻ അകലെ ഒരു വലിയ ഗുഹ കാണാനിടയാവുകയും ആ ഗുഹയ്ക്ക് മുന്നിലെത്തിയ ഭീമൻ ഈ ഗുഹയ്ക്കുള്ളിൽ അനേകം മൃഗങ്ങളുണ്ടാവുമെന്നും അവയെല്ലാം നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആ ഗുഹയ്ക്കടുത്തേക്ക് പോവുകയും അതിഭയാനകമായ ആ ഗുഹയുടെ പുറത്ത് ഒരു വലിയ പെരുമ്പാമ്പിനെ കാണാനിടയാവുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഭീമസേനൻ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രമാത്രം വലിപ്പം, ഒരു മഹാപർവ്വതത്തിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു പെരുമ്പാമ്പായിരുന്നു അത്. അതിന് മഞ്ഞ നിറത്തോടു കൂടിയതും ശരീരത്തിൽ മഞ്ഞ പുള്ളികൾ നിറഞ്ഞതും അഗ്നിഗോളങ്ങൾ പോലത്തെ 2 കണ്ണുകളുള്ളതും വലിയ ഗുഹ പോലത്തെ വായും ആ വായിൽ നിന്ന് 4 വലിയ ദംഷ്ടങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുമായ ആ പെരുമ്പാമ്പിനെ ഒരു നിമിഷം ഭീമസേനൻ ഇങ്ങനെ കണ്ടു നിൽക്കുന്നതിന് മുമ്പ് തന്നെ നിമിഷം കൊണ്ട് ഭീമസേനൻ അടുത്തെത്തുകയും അത് ഭീമസേനൻ്റെ കൈകളെയും കാലുകളെയും ഒക്കെ ഇങ്ങനെ ചുറ്റി വരികയും ചെയ്തു. ആദ്യം ഒരു കൗതുകം പോലെ തോന്നിയ ഭീമസേനൻ അത് തന്നെ വരിഞ്ഞു മുറുക്കുന്നു എന്ന് ബോധ്യമായപ്പോൾ തൻ്റെ ഗദകൾ കൊണ്ട് അതിനെ അടിച്ചു മാറ്റാൻ ശ്രമം നടത്തിയെങ്കിൽ അത് അല്പവും ഭീമസേനന് ആ ശ്രമം വിജയിക്കാതെ വന്നപ്പോൾ ഭീമസേനൻ അത്ഭുതപ്പെടുകയായിരുന്നു. കാരണം അനേകം രാക്ഷസന്മാരെയും അസുരന്മാരെയും വൻ വ്യാഘ്രങ്ങളെയും അതിനിസ്സാരമായി പർവ്വതങ്ങൾ പോലും അടിച്ച് നിരപ്പാക്കുന്ന തൻ്റെ ഗത കൊണ്ട് ഈ പന്നകത്തെ അടിച്ചിട്ട് അല്പം പോലും അയയാതെ കണ്ടപ്പോൾ ഭീമസേനൻ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. ഇത് കേവലം ഒരു പെരുമ്പാമ്പല്ലെന്നും എത്ര വലിപ്പമുള്ള പെരുമ്പാമ്പായിരുന്നാലും നിസ്സാരമായി അതിനെ അടിച്ചു വീഴ്ത്താൻ തനിക്ക് കഴിയുമായിരുന്നു എന്ന് ബോധ്യമായി ഇട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിന് കഴിയാതെ വന്നത് ഈ പെരുമ്പാമ്പ് ഏതോ അത്ഭുതകരമായ പെരുമ്പാമ്പാണ് എന്ന് ബോധ്യമാവുകയും എന്നിട്ട് ഭീമസേനൻ തന്നെ ആ പെരുമ്പാമ്പിനോട് ഇപ്രകാരം ചോദിച്ചു, അല്ലയോ പന്നകമേ, നീ ആരാണ്? എന്തിനാണ് ഈ വിധം എന്നെ വരിഞ്ഞു മുറുക്കി നിർത്തിയിരിക്കുന്നത് എന്ന്. ഞാൻ ആരാണ് എന്നത് അവിടെ നിൽക്കട്ടെ, എനിക്ക് വിശക്കുന്നത് കൊണ്ട് നിന്നെ ഭക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയാണ് നിന്നെ ഞാൻ അരിഞ്ഞു മുറുക്കി വച്ചിരിക്കുന്നത് എന്ന് പന്നകം തിരിച്ചു പറയുകയും, അല്ലയോ പന്നകമേ, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ വനവാസത്തിലായിരിക്കുന്ന പാണ്ഡവന്മാരിൽ
രണ്ടാമനായ ഭീമസേനാണ്. എന്നെ നീ ഭക്ഷിക്കുകയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളായ മറ്റ് പാണ്ഡവർ നിരാശയും ദുഃഖവും കൊണ്ട് അവരുടെ ലക്ഷ്യബോധത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ്. ഒരു കാരണവശാലും എൻ്റെ ലക്ഷ്യം പൂർത്തിയാവാത്തതിനാൽ നീ ഇപ്പോൾ എന്നെ ഭക്ഷിക്കാൻ പാടുള്ളതല്ല. ഭക്ഷണത്തിന് വേണ്ടി ഞാനും കൂടെ സഹായിക്കാം, മറ്റെന്തെങ്കിലും നമുക്ക് കണ്ടെത്താം എന്ന് പനകത്തോട് പറയുകയും, അതൊന്നും സാധ്യമല്ല, എൻ്റെ കയ്യിൽ കിട്ടിയ നിന്നെ ഞാൻ ഒരു കാരണവശാലും വിടുന്നതല്ല, നിന്നെ ഞാൻ ഭക്ഷിക്കും എന്ന് പെരുമ്പാമ്പ് ഭീമസേനെ അറിയിക്കുകയും, ഈ സമയത്ത് പർണശാലയിലായിരുന്ന ധർമ്മപുത്രർക്ക് ദുശകനങ്ങൾ ബോധ്യമാവുകയും ധർമ്മപുത്രരുടെ ഇടം കണ്ണും ഇടം തോളും തുടിക്കുന്നതായി അനുഭവപ്പെടുകയും ഭീമസേനെ എന്തോ ആപത്ത് പിണഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യമായ യുധിഷ്ഠിരൻ പാഞ്ചാലിയെ സൂക്ഷിക്കുന്നതിലേക്ക് വേണ്ടി അർജുനനെ ചുമതലപ്പെടുത്തുകയും തങ്ങളെ അനുഗമിക്കുകയായിരുന്ന ബ്രാഹ്മണരെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി നകുല സഹോദരന്മാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം ഭീമസേനനെ അന്വേഷിച്ച് വനത്തിലേക്ക് യാത്ര തിരിച്ചു. ഭീമസേനൻ പോയ വഴി കണ്ടുപിടിക്കാൻ യുധിഷ്ഠിരന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം പോകുന്ന വഴിക്കെല്ലാം പർവ്വതങ്ങളെ അടിച്ച് നിരത്തുകയും വൃക്ഷങ്ങളുടെ ചില്ലകൾ അടിച്ചിടുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഭീമസേനൻ പോയ ആ വഴി വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി യുധിഷ്ഠിരൻ ഈ ഗുഹയ്ക്ക് അടുത്തെത്തുകയും ആ ഗുഹയ്ക്ക് മുന്നിൽ കണ്ട ഈ വലിയ പെരുമ്പാമ്പിനെയും ആ പെരുമ്പാമ്പ് തൻ്റെ സഹോദരനായ ഭീമസേനെ ചുറ്റിവരിഞ്ഞു വയ്ക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ആശ്ചര്യമുളവാകുകയും എന്നാൽ അതിനോടൊപ്പം ഭയമുണ്ടാവുകയും ചെയ്ത യുധിഷ്ഠിരനും ഒരു കാര്യം മനസ്സിലായി. ഒരു കാരണവശാലും ഈ പെരുമ്പാമ്പ് ഒരു വെറും പെരുമ്പാമ്പല്ല എന്ന് മനസ്സിലാക്കി യുധിഷ്ഠിരൻ ആ പെരുമ്പാമ്പിനോടായി പറഞ്ഞു, അല്ലയോ പനകമേ, നീ ആരാണ്? എന്തിനാണ് എൻ്റെ അനുജനായ ഭീമസേനെ നീ ഈ വിധം വരിഞ്ഞു മുറുക്കി വച്ചിരിക്കുന്നത് എന്ന്. ഇത് കേട്ട പെരുമ്പാമ്പ് യുധിഷ്ഠിരനോടായി തിരിച്ചു പറഞ്ഞു, അല്ലയോ ധർമ്മപുത്ര, ഞാൻ ആര് എന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകും. നിന്റെ പൂർവികരിൽ ഒരുവനായ, അതായത് മുൻ യുഗത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന നകുഷൻ എന്ന പേരായ ചക്രവർത്തി ആണ് ഞാൻ. 3 ലോകങ്ങളെയും കീഴ്പ്പെടുത്തിയതിനു ശേഷം ഇന്ദ്രപദവി നേടി സസുഖം വാഴുകയായിരുന്ന ഞാൻ അഹങ്കാരത്താൽ എൻ്റെ തേര് ചുമക്കുന്നതിലേക്ക് വേണ്ടി ശ്രേഷ്ഠ ഋഷിവര്യന്മാരെ തിരഞ്ഞെടുക്കുകയും അക്കൂട്ടത്തിൽ അഗസ്ത്യ മഹർഷിയും ഉണ്ടായിരിക്കുകയും ചെയ്തു. അഗസ്ത്യ മഹർഷി എൻ്റെ തേർ ചുമക്കുന്ന സമയത്ത് ഞാൻ അപമര്യാദയായി മഹർഷിയെ തല്ലാനും ചവിട്ടാനുമൊക്കെ ഇടയാവുകയും അത് അനുഭവിച്ച് കോപം വന്ന മഹർഷിയുടെ ശാപത്താലാണ് ഞാൻ ഈ പനകമായി മാറിയത്. എന്തായാലും ഇപ്പോൾ നിൻ്റെ അനുജനെ ഞാൻ വരിഞ്ഞു വച്ചിരിക്കുന്നത് വിശപ്പ് കൊണ്ട് ഭക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ അതിനെ ഭക്ഷിക്കും, അതിനുശേഷം നിന്നെയും ഭക്ഷിക്കും. അല്ലയോ നകുശ ചക്രവർത്തി, സൂര്യവംശത്തിൽ ജനിച്ച അങ്ങ് ഇത്രയും ശ്രേഷ്ഠനായി പൂർവ്വയുഗത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിലും അങ്ങേക്ക് ഈ ദ്വാപരയുഗത്തിൽ ജീവിക്കുന്ന സത്യധർമ്മ നീതികൾ നിലനിർത്തുന്നതിലേക്ക് വേണ്ടി പ്രയത്നിക്കുന്ന എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും നിലനിൽപ്പ് അങ്ങേക്കും കൂടെ ആവശ്യമാണ്. അങ്ങയുടെ കുലത്തിൽ പിറന്ന ഈ നമ്മളെ അങ്ങ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് വെറുതെ വിടണം എന്ന് അപേക്ഷിക്കുകയും ഈ സമയത്ത് ആ പന്നകം, അല്ലയോ യുധിഷ്ഠിര,
ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നീ ശരിയായ ഉത്തരം നൽകുകയാണെങ്കിൽ നിനക്ക് നിൻ്റെ അനുജനായ ഭീമസേനെയും കൊണ്ട് ഇവിടുന്ന് പോകാം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഭക്ഷിക്കും. അങ്ങ് ചോദിച്ചു കൊള്ളുക, എനിക്കറിയാവുന്നതാണ് എങ്കിൽ ഞാൻ അതിനെല്ലാം മറുപടി നൽകാം എന്ന് പറയുകയും ആ പന്നകം രാജനീതിയും ധർമ്മനിഷ്ഠയെയും കുറിച്ച് ഏതാനും ചോദ്യങ്ങൾ യുധിഷ്ഠിരനോട് ചോദിക്കുകയും അവയ്ക്കൊക്കെ ഉചിതമായ മറുപടി യുധിഷ്ഠിരനിൽ നിന്ന് നകുഷന് ആ പന്നകത്തിന് ലഭിക്കുകയും അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ പന്നകം തന്നെ യുധിഷ്ഠിരനോട് പറഞ്ഞു, അലയോ യുധിഷ്ഠിര, എനിക്ക് ശാപം നൽകിയ ആ ഋഷിവര്യൻ ശാപമോക്ഷമായി ദ്വാപരയുഗത്തിൽ വനവാസത്തിലായിരിക്കുന്ന ധർമ്മപുത്രരിൽ നിന്ന് നീ വാഗ്വാദം നടത്തുന്ന സമയത്ത് നിനക്ക് ശാപമോക്ഷം കിട്ടും എന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ സമയം ഞാനിതാ ശാപമോക്ഷത്തിനാകുന്നു. നിനക്ക് നിൻ്റെ അനുജനായ ഭീമസേനെയും കൊണ്ട് ഇവിടെ നിന്ന് പോകാം എന്ന് പറയുകയും നിമിഷ നേരം കൊണ്ട് തന്നെ ആ പന്നകം അതികോമളനായ ഒരു രാജാവായി തീരുകയും നകുഷ മഹാരാജാവ് ധർമ്മപുത്രരെയും ഭീമസേനെയും അവിടെ നിന്ന് യാത്രയാക്കിയതിന് ശേഷം സ്വർഗലോകത്തേക്ക് പോവുകയും ചെയ്തു. ഭീമസേനനും യുധിഷ്ഠിരനും അപ്പോൾ തങ്ങൾ ജീവിക്കുന്നതിലേക്ക് വേണ്ടി കെട്ടിവെച്ചിരിക്കുന്ന പർണശാലയിലേക്ക് പോവുകയും, പ്രിയ സ്നേഹിതരെ, ഈ ഭാഗം ഞാൻ ഇവിടെ നിർത്തുന്നു. തുടർഭാഗങ്ങൾ പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.